ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. നമ്മൾ ഓഫീസിൽ ലേറ്റായി പോകുന്നത് സ്ഥിരം പരിപാടിയാണെങ്കിൽ നമ്മളോട് പറയില്ലേ, നിങ്ങൾ വീണ്ടും ലേറ്റായി, ഇത് പറ്റില്ല എന്ന്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, യു ആർ ലേറ്റ് അഗൈൻ, ദിസ് വോണ്ട് ഡു. അതായത് ഇത് പറ്റില്ല എന്ന്. വോണ്ട് എന്ന് വെച്ചാൽ വിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. ഇനി ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് ആ റിപ്പോർട്ട് പിന്നെ മതിയോ എന്ന്. അപ്പോൾ അത് ശരിയാവില്ല, നമുക്കത് പെട്ടെന്ന് വേണം എന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദാറ്റ് വോണ്ട് ഡു. അത് ശരിയാകില്ല എന്നർത്ഥം. ഇനി ആരെങ്കിലും നമ്മളോട് വളരെ റൂഡായി സംസാരിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ പറയില്ലേ, എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് നടക്കില്ല. അവിടെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഇറ്റ് സിംപ്ലി വോണ്ട് ഡു എന്ന്. അതായത് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് അർത്ഥം. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഞാൻ അവളോട് സംസാരിച്ച് നോക്കാം, പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല, പ്രയോജനം ഉണ്ടാവില്ല. അവിടെ നമുക്ക് പറയാം ഐ വിൽ ടോക്ക് ടു ഹർ ബട്ട് ഇറ്റ് വോണ്ട് ഡു എനി ഗുഡ് എന്ന് വെച്ചാൽ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല എന്നാണ് അർത്ഥം.